മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ചേരും. 2 മണിയോടെയാണ് വയനാട്ടിൽ യോഗം ചേരുക. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ, മറ്റ് വനം വകുപ്പ് അധികൃതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. വർഷ ഗിരീഷ് ഉണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി. വർഷ, ഈ യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോഴിതാ രാവിലെ തന്നെ ഒരു ആക്രമണത്തിന്റെ വാർത്ത വരുന്നുണ്ട്. കാട്ടാരക്കലിൽ അതിരപ്പിള്ളിയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇന്നത്തെ യോഗം അത് എപ്പോഴായിരിക്കും, ആരൊക്കെയായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക, എന്താണ് പ്രധാന അജണ്ട? ഏറെ നാളായി അലട്ടുന്ന പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. നിരവധി പേരാണ് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ കാട്ടാന ആക്രമണത്തിൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത്. നിരന്തരം സമരങ്ങളും അതേപോലെ പ്രതിഷേധങ്ങളും നാട്ടുകാർ നടത്തിയിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പരിഹാരം കാണാൻ വേണ്ടി LDF സർക്കാരിന് സാധിച്ചില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിരന്തരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രിയായിരുന്ന AK ശശീന്ദ്രനെ സമീപിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളെല്ലാം വർഷ, ശബ്ദത്തിൽ പ്രശ്നമുണ്ട്. വർഷ പറയുന്നത് പിന്നീട് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു യോഗമാണ് ഇന്നിപ്പോൾ വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. മേപ്പാടിയിലടക്കം അവിടെ കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട വിഷയമടക്കം ഇന്ന് ഈ യോഗത്തിൽ അജണ്ടയായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേ സമയത്താണ് ഇപ്പോൾ ഈ തൃശ്ശൂരിലൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. ഇത് ഒരു പ്രത്യേക ഒരു ജില്ലയുടെ മാത്രം പ്രശ്നമല്ല. സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വന്യജീവി സംഘർഷം, മനുഷ്യ വന്യജീവി സംഘർഷം അതൊരു വലിയ പ്രശ്നമാണ്. ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ഈ വിഷയം വളരെ കൃത്യമായി തന്നെ പരിഗണിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ വയനാട്ടിൽ ഒരു യോഗം കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വർഷ തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. വർഷ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം. പ്രജിൻ, അമൃത, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വന്യജീവി മനുഷ്യ സംഘർഷം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെയുള്ള സംഭവം എടുത്ത് നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി പേരാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത്. അതിനെതിരെ LDF സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. അന്നത്തെ വനമന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിസന്ധികളും ഈ ഒരു വിഷയം കാരണം നേരിടേണ്ടി വന്നിരുന്നു. പല പദ്ധതികളും സർക്കാർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുവെങ്കിലും നടപ്പിലാക്കാനുള്ള പ്രതിസന്ധികൾ അപ്പോഴും ഉണ്ടായിരുന്നു. ഈ വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് ഇരു വന്യമൃഗങ്ങളെയും മനുഷ്യരെയും ഒരേപോലെ പരിഗണനയിൽ വെച്ചുകൊണ്ട് വേണം നടപ്പിലാക്കാൻ എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ പല പദ്ധതികളും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. കാരണം LDF സർക്കാരിന്റെ കാലത്ത് പല കാര്യങ്ങളും പല ആരോപണങ്ങളും ജനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ സർക്കാർ UDF സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ UDF മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പരിഹാരം എന്നുള്ള കാര്യമായിരുന്നു. ഈ കോഴിക്കോട് അതേപോലെ വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെല്ലാം നോക്കിയാൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഈ ആളുകളെ ഉപദ്രവിക്കുന്നതിനപ്പുറം തന്നെ മറ്റ് കൃഷി നശിപ്പിക്കുക, വലിയ രീതിയിൽ അത് ജനജീവിതത്തെ മോശമായി തന്നെ ബാധിച്ചിരുന്നു. ഇതിലെല്ലാം പരിഹാരം വേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക. പ്രധാനമായും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ അതേപോലെ തന്നെ മറ്റ് വനംവകുപ്പ് അധികൃതരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ട വിഷയത്തിൽ പരിഹാര നടപടികൾ പ്രഥമ പരിഗണനയിലുണ്ടെന്നാണ് യോഗത്തിലുള്ളത്. അതേപോലെ തന്നെ ഈ യോഗത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും, പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് വയനാട്ടിലെയും മറ്റെല്ലാ ജില്ലകളിലെയും ആളുകൾ ഈ യോഗത്തിൽ നോക്കിക്കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.